ഹായ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്നൊരു കുഞ്ഞ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന കേക്കിൽ മൈദ, മുട്ട, അതേപോലെ ഷുഗറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഈ കേക്ക് ഏതൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാർക്കും വെജിറ്റേറിയൻ ആൾക്കാർക്കൊക്കെ കഴിക്കാം. ഇതിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കേക്കിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി ചീകിയെടുത്തതും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ നട്ട്സും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പർ വിരിച്ച പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയും കുറച്ച് നട്ട്സും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വിതറി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് വേവിക്കാൻ വെക്കണം. ചോട് കട്ടിയുള്ളൊരു പാത്രം നല്ല ചൂടിലൊരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ചൂടായ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റീൽ റിങ് ഇറക്കി വെക്കണം. അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ മാവ് ഒഴിച്ച പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കണം. ഇനി 30 മുതൽ 45 മിനിറ്റ് വരെ സിമ്മിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ വേവട്ടെ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ വീട്ടിലെ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഉണ്ണിക്കുട്ടൻ ക്രിസ്മസ് അപ്പൂപ്പനെ വരയ്ക്കാണ്. ഈക്കു ക്രിസ്മസിന് വേണ്ടിയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാണ്. സ്റ്റാറൊക്കെ സെറ്റ് ചെയ്യലും ട്രീ ഒരുക്കലൊക്കെയാണ്. നമ്മൾ ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളെ കൊണ്ട് പറ്റും പോലെ അതൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കോലെടുത്തിട്ടൊന്ന് കുത്തി നോക്കണം. അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഇനി നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. കേക്ക് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല മണമുണ്ട്. ഓറഞ്ചിൻ്റെ തോലൊക്കെ ചേർത്തത് കൊണ്ട് അത് കുക്കാകുമ്പോൾ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഫുൾ മണമായിരുന്നു. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഓറഞ്ച് ചേർക്കുന്നത് നല്ല സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.